ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. നമ്മളുടെ വീട്ടിലൊരു ഡോഗിനെ വാങ്ങുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ആദ്യമായിട്ടൊരു ഡോഗിനെ വീട്ടിൽ കൊണ്ടുവന്നു, എന്തൊക്കെ ഫുഡ് കൊടുക്കാം, കൈ കിട്ടുന്നതൊക്കെ നമ്മൾ കൊടുക്കും. അതായത് ഹെൽത്തി ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പല സംഭവങ്ങളും കൊടുക്കും. ഇതാ ഡോഗിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. എൻ്റെ വീട്ടിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടൊരു ഡോഗിനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എൻ്റെ അനിയനും ഞാനും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി. പാലൊക്കെ കൊടുത്ത് അവസാനം ആ പട്ടിക്ക് വയറിന് പ്രശ്നമൊക്കെ ആയി, അത് മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം, എങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ടൊരു ഫുഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഒരു മാസം മുതൽ 3 മാസം വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഫുഡ് ന്യൂട്രീഷ്യസും ആയിരിക്കണം, എങ്കിൽ അത് ഒരുപാട് ഡൈജസ്റ്റ് ആവാൻ ഭയങ്കര പാടായിട്ടുള്ള കട്ടിയായിട്ടുള്ള ഫുഡും ആയിരിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് ചൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന സ്ഥലത്ത് തന്നെ ചോദിക്കുക, എന്ത് ഫുഡാണ് നിങ്ങൾ കൊടുത്തിരുന്നത് ഇത്രയും ദിവസം എന്നുള്ളത്. ഇപ്പം നമ്മളൊരു 30ാമത്തെ ദിവസം 35ാമത്തെ ദിവസമൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതുവരെ എന്തായിരുന്നു കൊടുത്തിരുന്നത്. മിക്കവാറും അമ്മയുടെ പാലായിരിക്കും പട്ടിക്കുട്ടി കുറേ ദിവസം കുടിച്ചിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഒരു ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അവരെന്തെങ്കിലും ഒരു ഫുഡ് കൊടുത്തിട്ടുണ്ടാവും. അതെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അത് തന്നെ ഒരു 60th ഡേ വരെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അതാവുമ്പോഴത്തേക്ക് ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂ ഒന്നും പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആ ഡോഗിനെ കൊണ്ടുവന്ന് നമ്മളൊന്നും അതുമായിട്ട് സെറ്റായി വരുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് ആ ഫുഡ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരത്തുള്ളൂ. അതുവരെ നമുക്ക് ഈ ഫുഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പം പകുതി ബേർഡൻ തീർന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 45th ഡേ ആണ് വാക്സിനേഷൻ തുടങ്ങുന്നത്. നിങ്ങൾ കൊണ്ടുവരുന്ന ദിവസം തന്നെ വേണമെങ്കിൽ ഒരു വെറ്റിനെ കൊണ്ടുപോയിട്ട് കാണിക്കാം. സ്കിന്നിന് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെറ്റിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ജനറൽ ആയിട്ടുള്ള ഹെൽത്തിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഫുഡൊക്കെ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് 45th ഡേക്ക് മുന്നേ തന്നെ നിങ്ങൾക്ക് വെറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാം. അതല്ല അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുകയാണെങ്കിൽ 45th ഡേ കൊണ്ടുപോയിട്ട് വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡീവാമിങ് സ്റ്റാർട്ട് ചെയ്യുക. ഡീവാമിങ് 15th ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ആ ബ്രീഡർ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുക 30th ഡേ എങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കണോ, എങ്ങനെയാണ് കൊടുക്കുന്നത്, ഡോസേജ്, ഇതൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഡീവാമിങ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിലും സ്റ്റൊമക്കിന് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഡീവാമിങ് പ്രോപ്പറായിട്ട് ചെയ്യുക. വാക്സിനേഷൻ ടൈമിന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ പട്ടിക്കുട്ടിക്ക് കുടിക്കാനായിട്ട് നല്ല വെള്ളം കൊടുക്കുക. അത് ഈ കുഞ്ഞു കുട്ടിയും കൂടെ ആയതുകൊണ്ട് ഇവർക്ക് ഈ വെള്ളം ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യാനൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ ഒരു 2 hours ഇത് മാറ്റി കൊടുക്കുക. വെള്ളം കൊടുക്കണ്ട, വെള്ളം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ബ്രീഡേഴ്സ് പറയുന്നതായിട്ടൊക്കെ ഈ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ മെസ്സേജ് അയക്കും. അപ്പോൾ നിങ്ങളൊരു ഡ്രൈ ഫുഡാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് വയറ്റിനുള്ളിലുള്ള വെള്ളമൊക്കെ അബ്സോർവ് ചെയ്തിട്ട് എടുക്കും ഉള്ളിൽ എത്തുമ്പോഴത്തേക്കും. അപ്പോൾ എന്ത് പറ്റും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അത് ഡൈജസ്റ്റ് ആയിട്ട് നല്ല രീതിക്ക് പുറത്ത് വരാനായിട്ടുള്ള വെള്ളം അവരുടെ ബോഡിയിൽ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കോൺസ്റ്റിപ്പേഷൻ, ഡീഹൈഡ്രേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പം എന്തായാലും കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുക. പാലൊക്കെ കുടിക്കുന്ന പ്രായം, അതായത് അമ്മയുടെ പാല് കുടിക്കുന്ന പട്ടിക്കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. പക്ഷെ ഡ്രൈ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങിയ ഒരു പപ്പിക്കാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വെള്ളം കൊടുക്കണം. ഇനി വലിയ ഡോഗ്സിനൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ രാവിലെ ഒരിക്കൽ രാത്രി ഒരിക്കൽ മാത്രമായിട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെയല്ല കുട്ടിപ്പട്ടിയൊക്കെ കൊടുക്കേണ്ടത്. അവർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 3 മുതൽ 4 തവണ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, അവരുടെ വയറ് വീർത്തിട്ട് അവർക്ക് മതിയായി എന്നുള്ളത് അവർക്ക് അറിയില്ല. ആവശ്യത്തിലധികം കഴിക്കാനായിട്ട് ശ്രമിക്കും, ഛർദ്ദിക്കും. അതൊരു കാര്യം. രണ്ടാമത്, ഫുഡ് അവിടെ തന്നെ നിങ്ങൾ വെച്ചു കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഓവർ ഈറ്റ് ചെയ്തിട്ട് ഒബിസിറ്റി ഉണ്ടാവാം. സോ എത്ര ക്വാണ്ടിറ്റിയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ആ ബ്രീഡിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഷിറ്റ്സു ബ്രീഡിനൊക്കെ ആണെങ്കിൽ ഒരു 25 grams ഒക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഡോഗ് ഫുഡ്, അതായത് ഈ പെല്ലറ്റ്സ് ഉണ്ടല്ലോ, അതാണ് കൊടുത്തിരുന്നത്. അപ്പം ആ ബ്രീഡിന് എത്രയാണോ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒരു 3 മുതൽ 4 തവണയായിട്ട് കൊടുക്കുക. അല്ലാണ്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒരു ബൗളിൽ വെച്ച് കൊടുത്ത് അത് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരുപാട് കഴിച്ചിട്ട് ഛർദ്ദിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾ കൊടുക്കുന്ന പപ്പി ഫുഡ് നല്ല ക്വാളിറ്റി ഉള്ളതാണോ നോക്കുക. നല്ല ക്വാളിറ്റി ഉള്ള പപ്പി ഫുഡ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. നിങ്ങളുടെ വെറ്റിനോട് ചോദിക്കുക, ഞാൻ ഈ ഫുഡാണ് കൊടുക്കുന്നത്, പപ്പി ഫുഡാണ് കൊടുക്കുന്നത്, ഇത് ഓക്കെ ആണോ, നല്ലതാണോ എന്നുള്ളതൊക്കെ അന്വേഷിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 45th ഡേക്ക് മുന്നേ തന്നെ പോകാം. അപ്പോൾ ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വാങ്ങിയ സ്ഥലത്ത് ഒരു വീട്ടിൽ നിന്നാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അവിടെ സ്മാർട്ട് ഹാർട്ടാണ് കൊടുത്തിരുന്നത്. അപ്പം ഞാൻ കൊണ്ടുവരുമ്പോൾ എൻ്റെ മുത്തുമണിക്ക് പല്ലൊന്നുമില്ല. ഞങ്ങൾ മിക്സിയിൽ പൊടിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിനാക്കിയിട്ട് കൊടുക്കും. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പല്ലൊക്കെ വന്നതിന് ശേഷം പെല്ലറ്റ്സ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. 8 മാസം വരെയും ഈ എന്താ പറയുക, സ്മാർട്ട് ഹാർട്ടിൻ്റെ പപ്പി വേരിയൻ്റ് ഉണ്ട്, അത് കൊടുത്തിരുന്നു. 8 മാസത്തിന് ശേഷം അഡൽട്ട് വേരിയൻ്റ് വാങ്ങിയിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ വെറ്റിനോട് ഞങ്ങൾ ചോദിച്ചു ഇത് ഓക്കെ ആണെന്ന് ചോദിച്ചു. വെറ്റും ഇത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത്.
സ്മാർട്ട് ഹാർട്ട് നല്ലത്, അത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്മാർട്ട് ഹാർട്ട് തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത്. ഇപ്പോഴെന്ന് വെച്ചാൽ എപ്പോഴും സ്മാർട്ട് ഹാർട്ട് മാത്രമായിട്ട് അങ്ങനെ കൊടുക്കാറില്ല. വീട്ടിൽ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൊടുക്കാറുണ്ട്, എഗ്ഗ് കൊടുക്കാറുണ്ട്, ചിക്കനൊക്കെ കൊടുക്കാറുണ്ട്. ഏതെങ്കിലും ഒരു സമയം രാത്രി വന്ന് 2 മണിക്കൊക്കെ വിശക്കും, അപ്പം മാത്രം ഈ പെല്ലറ്റ്സ് കൊടുക്കും. പിന്നെ കുഞ്ഞു പട്ടിക്കുട്ടികൾക്ക് സിർലാക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. സിർലാക്കിൽ ശരിക്കും പറഞ്ഞാൽ ഷുഗർ ഉണ്ട്. എൻ്റെ മോളുടെ പീഡിയാട്രീഷ്യൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളോട് പറഞ്ഞു സിർലാക്ക് കുട്ടിക്ക് കൊടുക്കണ്ട, അതിന് പകരമായിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഈ സിർലാക്ക് എന്ന് പറയുന്ന സാധനം കുഞ്ഞിന് പോലും നമ്മുടെ കുട്ടിക്ക് കൊടുക്കണ്ട. അതിൽ ഷുഗർ ഉണ്ട്. ഷുഗർ നമ്മുടെ ബോഡിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, എന്നിട്ട് പോലും ഫ്യൂച്ചറിൽ ഡയബറ്റീസ് ഇഷ്യൂസ് വരണ്ട എന്നുള്ളത് കൊണ്ട് ഈ സിർലാക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഹ്യൂമൻസിനുള്ളൊരു ഫുഡായിട്ട് പോലും ഹ്യൂമൻസിന് പോലും അത് കൊടുക്കണ്ടെന്ന് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് അതൊരു ഡോഗിന് കൊടുക്കുന്നത് എന്ത് അബദ്ധമാണെന്ന് നിങ്ങൾ എന്നെ ചിന്തിച്ച് നോക്കിക്കോ. ഡോഗ്സിന് ഷുഗർ പാടില്ല. സെർലാക്കിൽ ഷുഗറിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ ഒബിസിറ്റി പോലുള്ള പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ മുടി കൊഴിയാം, പിന്നെ ഇതിന് മുന്നേ പറഞ്ഞതുപോലെ ഡയബറ്റീസ് പോലുള്ള ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സെർലാക്ക് അവോയ്ഡ് ചെയ്യാം. ഈ പപ്പിക്കുട്ടി ഇത്തിരിയൊക്കെ വലുതായിട്ട് ഒരു 60 ദിവസമൊക്കെ ആവുകയാണെങ്കിൽ കുറച്ച് റൈസും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, എഗ്ഗൊക്കെ നമുക്ക് കുറച്ചായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നോക്കുക എന്തൊക്കെ ഫുഡ് കൊടുക്കാം, എന്തൊക്കെ ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ. സോ ഇതൊക്കെ ഒരു ദിവസത്തിൽ സഡനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കുക. ഒരു ദിവസം ഒരു സാധനം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫുഡ് അവർക്ക് ശരിയായില്ല, ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരുന്നു എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്ക് മാർക്ക് ചെയ്തിട്ട് വയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കുറേ ഫുഡൊക്കെ ഒന്നിച്ച് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഏതാണ് പ്രശ്നം ഉണ്ടാക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇന്ന് നിങ്ങൾ ക്യാരറ്റ് കൊടുക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ ഒരു വെജിറ്റബിളോ കൊടുക്കാം, അല്ലെങ്കിൽ എഗ്ഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഫിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു ദിവസം ഒരു പുതിയ ഫുഡ് മാത്രമായിട്ട് കൊടുക്കുക. സോ ഇതൊക്കെ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മാസം 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കേർഡ് റൈസ് ആയിട്ട് കൊടുക്കാം, റൈസിൽ ചിക്കൻ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം, വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം, 2 വെജിറ്റബിളൊക്കെ ഒന്നിച്ച് കൊടുക്കാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരിക്കലും ഡോഗ്സിന് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ പാടില്ല, മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ പാടില്ല, ഓയിൽ ചേർന്ന ഫുഡ് കൊടുക്കാൻ പാടില്ല, മധുരമുള്ള ഫുഡ് കൊടുക്കാൻ പാടില്ല, വീറ്റും മൈദയും കൊടുക്കാൻ പാടില്ല. വീറ്റ് ഞങ്ങൾ ഒരിക്കൽ അറിയാണ്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ മുത്തുമണിക്ക് ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയി. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഡോഗ്സിന് വീറ്റ് അലർജിയാണെന്നുള്ളത്. അങ്ങനെ വീറ്റ് കൊടുക്കാൻ പാടില്ല. സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഗോതമ്പിൽ തന്നെ ഉണ്ടാക്കിയ ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പാക്ഡ് ഫുഡ്സ് നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡോഗ്സിൻ്റെ തന്നെ പാക്ഡ് ഫുഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കുക. അതും അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. വീട്ടിൽ തന്നെ മാക്സിമം നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. സോ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസും ഡോഗിന് കിട്ടും, ഹെൽത്തി ആയിരിക്കും, നമുക്ക് പേടിക്കാനോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ പാല് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരും എന്നുള്ളത് കൊണ്ടാണത് പറയുന്നത്. പക്ഷേ പലരും പറയുന്നുണ്ട് ഞാൻ എൻ്റെ പട്ടിക്ക് പാല് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളത്. അതെന്തുകൊണ്ട് കൊടുക്കണ്ട എന്ന് പറയുന്നതെന്ന് വെച്ചാൽ പാലിലുള്ള ലാക്ടോസ് എന്ന് പറയുന്ന കണ്ടന്റിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഡോഗ്സിൻ്റെ സിസ്റ്റത്തിനില്ല. നമുക്കുള്ളതുപോലെ അല്ല അവരുടെ കാര്യം, അവർക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഛർദ്ദിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. സോ പാൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. സോ ഇന്നത്തെ വീഡിയോ ഏതാണ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.